എല്ലാവർക്കും നമസ്കാരം. കഥ തുടരുന്നു. പിറ്റേ ദിവസം രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. ദണ്ഡകാരണ്യത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. പണ്ട് ദണ്ഡകൻ എന്ന രാജാവ് അവിടെ രാജ്യം ഭരിച്ചിരുന്നു. ഒരിക്കൽ ശുക്രാചാര്യർ അദ്ദേഹത്തെ ശപിക്കുവാനിടയായി. ആ ശാപത്തിൻ്റെ ഫലമായി രാജാവിൻ്റെ രാജ്യം കൊടും വനമായി മാറി. ആ വനം പിന്നീട് രാക്ഷസന്മാരുടെ ആവാസ കേന്ദ്രമായി. ആ രാജ്യത്തുണ്ടായിരുന്ന മഹർഷിമാരും താപസന്മാരുമെല്ലാം അവിടെ നിന്നോടിപ്പോയി. അവിടേക്കാണ് രാമലക്ഷ്മണന്മാർ സീതയോടൊപ്പം പ്രവേശിച്ചത്. രാമൻ ലക്ഷ്മണന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണ, ഇവിടം ഭയാനകമായ രാക്ഷസന്മാരെയും ക്രൂര മൃഗങ്ങളെയും ക്രൂര സർപ്പാദികളെയും കൊണ്ട് നിറഞ്ഞതാണ്. അതിനാൽ നീ മുന്നേ നടക്കൂ, നടുക്ക് സീതയെയും പുറകിൽ ഞാനും. അങ്ങനെ നടക്കെ അവർ വിരാതൻ എന്ന മഹാസത്വത്തെ കണ്ടു. ആ മഹാസത്വം സീതയെ കണ്ട് പിടിക്കുവാനായി ചെന്നു. രാമൻ ഉടനെ വിരാതൻ്റെ കൈകളർന്നു. വീണ്ടും നടന്നു ചെന്ന വിരാതൻ്റെ പാദങ്ങൾ മുറിച്ചിട്ടു. പിന്നീട് വിരാതനെ തലയറുത്തു കൊല്ലുകയും ചെയ്തു. ഉടൻ വിരാതൻ ഒരു സുന്ദര പുരുഷനായി രാമനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു വിദ്യാധരൻ ആയിരുന്നെന്നും ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ഇങ്ങനെയായതാണെന്നും പറഞ്ഞു. ശാപമോക്ഷം കിട്ടിയത് രാമനെ സ്തുതിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു. പിന്നീട് തപോധനായ ശരഭംഗ മുനിയുടെ അടുത്തെത്തി. വളരെ കാലമായി രാമദർശനത്തിനായി കാത്തിരിക്കുകയായിരുന്നെന്നും ഇപ്പോൾ അതിന് വിരാമമായെന്നും പറഞ്ഞ് അദ്ദേഹം രാമനെ സ്തുതിച്ചു. പിന്നീട് സ്വർഗം പോയി. ശേഷം കുറേ മുനികൾ താമസിക്കുന്ന ഒരു ആശ്രമത്തിനടുത്തെത്തുകയും അവിടെ അവർ കുറച്ചു കാലം താമസിക്കുകയും ചെയ്തു. പിന്നീടും യാത്ര തുടർന്ന രാമലക്ഷ്മണന്മാർ സുധീഷ്ണാശ്രമത്തിലെത്തി. അവിടെ സന്തോഷത്തോടെ മുനി അവരെ സ്വീകരിച്ചു. രാമസീതാ തത്വം അറിയുന്ന മുനി രാമനെ സ്തുതിക്കുന്നു. സ്തുതി. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ, മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കരമുഖവന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളുമാരാലും ഭവത്തത്വം. ത്വത്ഭക്ത പ്രത്യഭൃത്യ ഭൃത്യനായിടണം ഞാൻ, ത്വത്പാദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി വാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. വളരെ സന്തോഷത്തോടെ സുധീഷ്ണ മുനിയോടൊപ്പം അവർ അവിടെ താമസിച്ചു. തുടർന്ന് രാമൻ പറഞ്ഞു, തനിക്ക് അഗസ്ത്യമുനിയെ കാണുവാൻ ആഗ്രഹമുണ്ടെന്ന്. വളരെ കാലമായി തനിക്കും ഗുരുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും താനും കൂടെ വരാമെന്നും പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവർ അഗസ്ത്യമുനിയെ ദർശിക്കാനായി യാത്ര തുടർന്നു. രാമായണത്തിലെ ഈ ഭാഗത്തിന് ഒരു തത്വമുണ്ട്. ഈശ്വരവിശ്വാസവും ഭക്തിയും കൊണ്ടേ വിരാധനെ, അതായത് ദുർവാസനകളെ നമുക്ക് നശിപ്പിക്കാൻ കഴിയും. ഒരു സാധകൻ്റെ വഴിയിൽ ഏറ്റവും സഹായകമായി വരുന്നത് സത്സംഗമാണ്. അതാണ് പുണ്യാത്മാക്കളുമായിട്ടുള്ള രാമൻ്റെ ആ സത്സംഗം കാണിക്കുന്നത്. ഈ സത്സംഗം നമ്മുടെ മനസ്സിനെ നേരായ വഴിയിലൂടെ നയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. സന്യാസികളും സുധീഷ്ണനുമെല്ലാം അതിൻ്റെ പ്രതീകങ്ങളാണ്. അതിനാൽ സാധനാമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പല തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ വന്നുപെടാം. അതിനെ തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോവുക തന്നെ വേണം എന്ന തത്വമാണ് ഇവിടെ പ്രധാനമായും കാണിച്ചു തരുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.